ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഫാമിലി ഗെറ്റ് ടുഗദറാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയും കൊച്ചച്ഛൻ്റെ ഫാമിലി അതേപോലെ ചേച്ചിയുടെ ഫാമിലി ഒത്തുകൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഫാമിലി ഗെറ്റ് ടുഗദർ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു നമ്മളെല്ലാവരും കൂടിയിരുന്നത്. ഞാൻ ചേച്ചിയെന്ന് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടിയിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുന്ന നിമിഷങ്ങളൊക്കെ നല്ല രസത്തിൽ നമ്മൾക്ക് അത് നമ്മുടെ ഓണവും വിഷുവും പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നതിന് ശേഷം നമ്മളവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറേ കുട്ടികളുടെ കളികളും അവരുടെ വാശി പിടിക്കലും അവരുടെ കുറുമ്പും ഒക്കെ നോക്കി അങ്ങനെ കുറേ നേരം സമയം അവരെ പിന്നാലെ പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ ചേച്ചി എന്താ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് നോക്കലായിരുന്നു. അപ്പോൾ കിച്ചണിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നോക്കി അതിന് ശേഷം ചേച്ചിയുടെ സ്റ്റോർ റൂമിലേക്ക് കയറി. സ്റ്റോർ റൂമിലുണ്ടല്ലോ കുറേ കടുമാങ്ങയും അതേപോലെ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഏത് കാലത്തും ഉണ്ടാവും ചേച്ചി അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി ടേസ്റ്റ് ചെയ്യലും അതൊക്കെ സെർച്ച് ചെയ്യലൊക്കെ ആവും പണി. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക കേട്ടോ. ഭക്ഷണം കഴിക്കാതിരുന്നത് വാഴയിലയിൽ കഴിക്കുന്ന എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും സദ്യയാണ്. സദ്യയല്ല, ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇലയിലാണ് പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാത്രം കഴുകുന്ന ലാഭിക്കാൻ ആണോ അല്ലേ? ആണോ. അങ്ങനെ അവർ കഴിക്കാനുണ്ട്. അപ്പോൾ സദ്യയുടെ കുറവ് നിർത്താൻ ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം സേമിയ പ്രഥമനായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് അടയ്ക്ക് പകരം നമ്മളിടുന്നത് സേമിയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങളിരുന്നിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കൂടുതൽ സംസാരിക്കട്ടെ. ഇങ്ങനെ കൂടുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഇലയ്ക്കാണ് മെയിനായിട്ട് അവൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നന്നായി തട്ടി വിടുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വെള്ളം കുടിച്ചപ്പോൾ വെള്ളത്തിനൊരു ടേസ്റ്റ് ഇല്ലായ്മ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറയല് ഗ്രാമ്പൂ ഇട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ഗ്രാമ്പൂ വെള്ളത്തിലിടുന്നത്. അപ്പോൾ ചേച്ചി ഇതേപോലെ ഓരോ ദിവസം ഓരോന്ന് പരീക്ഷിക്കട്ടെ. ഒരു ദിവസം ജീരകം, ഒരു ദിവസം ആയമോദകം അങ്ങനെ. പക്ഷേ ഗ്രാമ്പൂ ഇട്ടത് ശരിക്കും പണി കിട്ടി. ആ ബിരിയാണി കഴിച്ച സുഖം അങ്ങോട്ട് പോയി ചുമ്മാ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പായസമൊക്കെ കുടിച്ച് മത്തായി കിടക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കിടക്കാൻ സമ്മതിച്ചില്ല. പിന്നെ എല്ലാവരും കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ കുറേ എടുത്തു. അപ്പോൾ ഇതിൽ മിസ്സിങ് ആയിട്ടുള്ളത് ചിക്കുവും വിഷ്ണുവേട്ടനും ഏട്ടനൊക്കെയാണ് ഇതിലില്ലാത്തത്. അപ്പോൾ ഇത് റയർ പീസാണ് കേട്ടോ. ഇങ്ങനൊരു ഫോട്ടോ ഒന്നും ഇല്ലെന്ന് ഞങ്ങൾ നിർബന്ധപ്രകാരം എടുത്തതാണ് അച്ഛനും കൊച്ചനും ചേച്ചി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവരും ഫോട്ടോയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഫോട്ടോയിൽ ഞാൻ നന്നായി, മറ്റേ ഫോട്ടോയിൽ ഞാൻ നന്നായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അതിനുശേഷം എല്ലാവരും പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് സ്വന്തമായിട്ട് പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുഴയ്ക്ക് പോകണമെന്ന് വിചാരിച്ചതിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ കൊച്ചൻ കുട്ടികളെ എടുത്തിട്ട് നേരെ മുന്നിൽ പോയി. അപ്പോൾ ഞാനൊക്കെ ആ നിർബന്ധപ്രകാരം പോയതാണ്. പിന്നെ അപ്പോൾ ചേച്ചി ഇതാ പുഴയ്ക്ക് പരമ്പരാഗത രീതിയിൽ തോർത്തൊക്കെ ഇങ്ങനെ തോളിലിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അതിന് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ കവുന്തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് വേണം പുഴയിലേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് പുഴയുടെ ശരിക്കുള്ള ഭംഗി എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പുഴയ്ക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാക്കണോ അപ്പുറത്തെത്തിയിട്ട് വിളിക്കണേ എന്നോടൊക്കെ അങ്ങോട്ട് ചെല്ലാൻ. ഞാനൊക്കെ ഇറങ്ങാൻ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും കുറേ പേരൊക്കെ ഇറങ്ങി, കുറേ പേര് ഇറങ്ങിയില്ല. കുട്ടികളൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കയറി. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.